ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ദാ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ബോഗൻവില്ല ഒത്തിരി പൂത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ സെൽഫി പോയിന്റ് പോലെ പിള്ളേരൊക്കെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്ന് കരുതി നോക്കിയത്. അപ്പൊ അത്രയ്ക്ക് രസമാണ് കാണാൻ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5:15 ആയിട്ടുണ്ട്. 5:15 ആയപ്പോഴേക്കും ഞാൻ എണ്ണീറ്റു. പിന്നെ പല്ല് തേച്ച് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കുന്നെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഉച്ചയോടുകൂടി, ഉച്ചയാവണ്ട അതിന് മുന്നേ തന്നെ നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് തീർക്കാട്ടോ. സത്യം പറഞ്ഞാൽ വ്ളോഗൊന്നും എടുക്കാനില്ലെങ്കിൽ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേനും എൻ്റെ അടുക്കളയിലെ എല്ലാ ജോലിയും കഴിയും. പിന്നെ വല്ല അലക്കാനോ തുടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. വ്ളോഗ് എടുക്കുന്ന ദിവസമാണെങ്കിലാണ് കുറച്ച് നേരം ഇങ്ങനെ പോവാട്ടോ. അപ്പൊ ഇതാ രാവിലെ തന്നെ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കാം. നമുക്ക് കിച്ചണിൽ കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ട്. തലേ ദിവസം തന്നെ ഞാൻ ദോശയുടെ മാവ് ഉണ്ടായിരുന്നത് കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയായിരുന്നു തലേ ദിവസം. അപ്പൊ ഞാൻ കരുതി ഇന്ന് ഇഡ്ഡലി ആക്കാന്ന്. അപ്പൊ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന പാടെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചിരുന്നു. തണുപ്പൊന്ന് മാറി കിട്ടണമല്ലോ. പക്ഷെ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ അവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരാൻ ഇച്ചിരി പാടാന്ന് പൊതുവെ പറയാം. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഉപ്പിടും, ചില ദിവസങ്ങളിൽ ഉപ്പിടാണ്ട് വെക്കും. അപ്പൊ ഇതാ ഞാൻ ഇതിൽ പകുതി എടുത്തു വെച്ച മാവിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അതിൽ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ വെക്കാം. രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു, നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ ഒരു ഇച്ചിരി ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. കുറച്ച് മതി, ഒരു 1/2 ഗ്ലാസ് ചായ മതി. അപ്പൊ അങ്ങനെ കുടിച്ച് ഒരു കുഞ്ഞു കപ്പിലാണ് കേട്ടോ എടുക്കണേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിരിക്കും, എന്നാലും ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ദാ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവില് തട്ടില് എണ്ണയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരത്തെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നെങ്കിൽ നമുക്ക് എല്ലാ ജോലികളും വേഗം തീർക്കാം. നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുക തലേ ദിവസം തന്നെ. എന്ത് ചെയ്യണം, എന്തുണ്ടാക്കണം എന്ന് നമ്മളൊന്ന് മനസ്സിൽ കരുതി കിടക്കുക. രാവിലെ 5 മണിക്കോ 5:30ക്കോ എഴുന്നേക്കണം എന്ന് മനസ്സിനെ പഠിപ്പിച്ച് വെക്കുക. അലാം കേട്ടിട്ടത് സ്നൂസ് ചെയ്യാണ്ട് ആ കറക്റ്റ് സമയത്ത് എഴുന്നേക്കാൻ പറ്റുക. നമുക്ക് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറ്റണമെന്നില്ല കേട്ടോ. നമ്മൾ ഉറങ്ങിപ്പോവും. നമ്മൾ സ്നൂസ് ബട്ടൺ കുത്തി 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 നമ്മുടെ വിരൽ വരെ വയ്ക്കും. എന്നിട്ട് 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വായു പിടിച്ച് എന്തിനാ അങ്ങനെ? നമുക്ക് കുറച്ചൊന്ന് നമ്മളൊന്ന് പ്ലാൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് വന്ന് ആ പ്രാർത്ഥനയും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഫ്രണ്ടിലെ ഡോറ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ അടച്ചു പൂട്ടിയ അവസ്ഥയിൽ നല്ലൊരു ശുദ്ധവായു ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേനും നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര രൂപ കിട്ടിയാലും ഇല്ലേ. ആ ചെറിയൊരു ഇരുട്ട് കണ്ട് എഴുന്നേക്കാന്ന് പറഞ്ഞത് വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വെട്ടം വെച്ചിങ്ങനെ ജനലിൽ കൂടി വെട്ടമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് തുറക്കുന്നതെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ സകല കിളിയും പോയി. എന്ത് ചെയ്യും, എന്ത് കാണിക്കും? എനിക്ക് അടിവയറ്റുന്നൊരു തീ അങ്ങോട്ട് കത്തും. എന്താ ചെയ്യാ, നേരം പോയല്ലോ ദൈവമേ എന്ന് ഓർത്ത് വായു പിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ടെൻഷനൊന്നും അടിക്കാണ്ട് തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തുണ്ടാക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നെങ്കിൽ നമുക്കത് അലാറമൊക്കെ നോക്കി നമുക്ക് എണ്ണീറ്റ് കറക്റ്റായിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ രാവിലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുവിധം നമുക്ക് സമാധാനം ഉണ്ടാവും. ഒരുവിധം സമാധാനം എന്നല്ല, നമുക്ക് നല്ല സമാധാനത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുക. അതേപോലെ നമുക്കൊന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിറവ് മോർണിംഗ് പ്രേയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. മോർണിംഗ് പ്രേയേഴ്സ് മാത്രം, ഇത് പ്രേയർ ചാനലാണ്. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് ഞാൻ അതാ കേൾക്കുന്നത്. ഇപ്പോൾ വേറെ മതത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള പാട്ടുകളോ എന്തെങ്കിലും പ്രഭാഷണങ്ങളോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു വചനം വായിച്ചിട്ട് രാവിലത്തെ ദിവസം തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദൈവം എനിക്ക് വേണ്ടി ഇന്ന് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്യാൻ എനിക്ക് ഇന്നുണ്ട്, എനിക്ക് ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ളൊരു ചിന്ത എന്നിൽ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ എണ്ണീറ്റ് ജോലികളൊക്കെ വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക്
സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേക്കും കുറച്ച് സവാള അല്ലല്ലോ, കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് വേറെ പച്ചക്കറിയൊക്കെ ഉള്ളൂ. അപ്പൊ വെണ്ടക്കയില്ല. അപ്പൊ വെണ്ടക്കയില്ല സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ കരുതി തക്കാളി ഇട്ടിട്ട് ഒരു തക്കാളി സാമ്പാർ ഉണ്ടാക്കാം, തക്കാളി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ അതാ കടുക് പൊട്ടിച്ചു, നമ്മള് അതിലേക്ക് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതേപോലെ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലും ഇടാം കേട്ടോ. ഞാനിവിടെ നേരം ഇല്ലായിരുന്നത് കൊണ്ട് ചെറിയ ഉള്ളി പൊളിച്ച് വെക്കാൻ നേരം ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടത്. ചെറിയ ഉള്ളി ഇടുമ്പോൾ നമുക്ക് ഉള്ളി സാമ്പാറാക്കി എടുക്കും. ഇതിപ്പോ അങ്ങനെയല്ല, തക്കാളി സാമ്പാർ പോലെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അധികം കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടു, വേപ്പില ഇട്ടു, ഉലുവ ഇട്ടു, പിന്നെ പൊടികളൊക്കെ ഇട്ടു. പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കായം, ഇത്ര ഇടുക. അല്ലെങ്കിൽ സാമ്പാർ പൊടിയും കായവും മാത്രം ഇട്ടാൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ ആ സാമ്പാർ പൊടി മാത്രം മതി കേട്ടോ. അതിൽ നമ്മൾ മുളകൊക്കെ ചേർക്കുമല്ലോ. പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിക്ക് പൊതുവെ ഇച്ചിരി എരിവ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി വേറെ എക്സ്ട്രാ ചേർത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും തക്കാളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. അപ്പൊ ആ നേരം കൊണ്ട് നമുക്കിതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നമുക്ക് കാസറോളിലേക്ക് ആക്കി വെക്കുക. നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം കുത്തിയിടാൻ കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ പകുതിയൊക്കെ ഇഡ്ഡലി തട്ടേ തന്നെ ഇരിക്കും. അപ്പൊ അത് അങ്ങനെ മാറ്റി അടച്ചവിടെ വെച്ചിട്ടുണ്ട്. സാമ്പാർ അവിടെ നന്നായിട്ട്, സാമ്പാറിനുള്ള തക്കാളി നന്നായിട്ട് അവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു തട്ട് കഴിയുമ്പോൾ അടുത്ത തട്ട് വേഗം വെക്കുക കേട്ടോ. ആദ്യത്തെ ഒരു തട്ട് വെന്ത് വരാനേ ഇത്തിരി സമയം എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള തട്ടുകളിലൊക്കെ പെട്ടെന്ന് നന്നായിട്ട് തീ ഇങ്ങനെ ചൂടായി നിൽക്കുകയല്ലേ, ബർണറും ചൂടാണ്, ഇഡ്ഡലി കലോ അല്ലല്ലോ, ചെമ്പും ചൂടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ കായ് കിട്ടും. ആദ്യത്തെ മാത്രമേ ആവാൻ ഒരു ഇച്ചിരി പാടുള്ളൂ. അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ്, ഇതിന്റെ ഇടയ്ക്ക് പരിപ്പൊക്കെ നമ്മൾ വേവിച്ചു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മോട്ടിവേഷനൊക്കെ പറയുന്നതിനിടയ്ക്ക് അത് പറയാൻ പറഞ്ഞു. അപ്പൊ പരിപ്പ് നമ്മൾ മഞ്ഞളും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും 2 പച്ചമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രാവിലത്തെ ഹറിബറി തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഹറിബറിയാണെന്നാ പറയാ. അപ്പൊ അങ്ങനെ നമ്മൾ രാവിലത്തെ ആ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം ഏട്ടനും ഒക്കെ പോയി കഴിയുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചില ദിവസം ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന, ഇച്ചിരി ഏട്ടൻ്റെ നേരത്തെ പോകണം. പക്ഷെ ഇടയ്ക്കൊന്ന് വന്നു കേട്ടോ, എന്തോ ഫയൽ എടുക്കാൻ വേണ്ടി എന്തോ കാര്യത്തിനൊക്കെ വരുന്നുണ്ടായിരുന്നു, ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ എൻ്റെ കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷമാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്നത്. ചിലപ്പോൾ നമുക്ക് തലേ ദിവസം കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചാൽ രാവിലെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുകയും എനിക്കൊരു 10 മണി വരെയൊക്കെ ഞാൻ പറയട്ടെ ഒരു ചായയുടെ പുറത്തൊക്കെ നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ജോലിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പാൽ ചായയുടെ പുറത്ത് ഉച്ച വരെയൊക്കെ നിൽക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. പക്ഷെ നമ്മൾ അധികം ജോലിയൊന്നും ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത്. രാവിലെ നമുക്ക് അത്യാവശ്യം ജോലികൾ ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പം ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അല്ലെങ്കിൽ ഞാനൊരു 11 മണിയൊക്കെ ആവുമ്പോഴാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 9:30-10 മണി ആയപ്പോഴത്തേനും കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഐസ് അങ്ങ് പോയിട്ടില്ല. നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്ത് തലേ ദിവസം കൂട്ടാൻ വെച്ചായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇതിപ്പോൾ ക്ലീൻ ചെയ്തതാണ്, എന്നാലും വീണ്ടും ക്ലീൻ ചെയ്യണം. ഈ ചെമ്മീൻ്റെ ഒരു നാരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാൻ വേറെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐസ് വിട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി കുറച്ച് നേരം അതങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ചോറ് വെക്കാനുണ്ട്. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറുള്ളൂ. നമുക്ക് അപ്പുറത്ത് തറവാട്ടിലേക്കും ഫുഡ് കൊടുക്കണമല്ലോ, അപ്പൊ അതും കൊടുക്കണം. ചിലപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വരും, ഏട്ടൻ വന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പൊ അത് ഊണ് കൊടുക്കണം, എനിക്ക് കഴിക്കണം. അപ്പൊ അത്രയ്ക്കും ചോറ് അതിലുള്ളൂ. അപ്പൊ ഞാൻ കരുതി എന്തായാലും കുറച്ച് വിറകും ചിരട്ടയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, പുറത്ത് നമുക്ക് കഞ്ഞിക്കിടാന്ന് കരുതി. പിന്നെ എന്നോട് ആരോ പറഞ്ഞേ ഈ കഞ്ഞിക്കലത്തിന്റെ നിറം കൊണ്ട് അടപ്പത്ത് വെക്കണതാ പൊന്നോ, എത്ര തേച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു, കാരണം ഇത് അലൂമിനിയം കലല്ലേ, കുറേ വർഷം പഴക്കമുള്ളതാ, പഴയ കലമാ, അമ്മ ഉപയോഗിച്ചിരുന്ന കല. അപ്പൊ ഞാൻ അത് എത്ര തേച്ച് മിനിക്കാലും ഇത്രയേ വരത്തുള്ളൂ. അതിന്റെ ഉള്ളിൽ ആ ഒരു മഞ്ഞ, അത് അടുക്കല്ല കേട്ടോ, അതിന്റെ പാട. ഇത് വർഷങ്ങളോളം അടുപ്പത്തിരുന്നിരുന്ന എക്സ്പീരിയൻസ് ഉള്ള കല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പാടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചോറ് എടുക്കുന്ന കയ്യിൽ ചോറിങ്ങനെ ഉണങ്ങിയിരിക്കില്ലേ, അതും ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോവാൻ വേണ്ടി. പിന്നെ നമുക്കിതാ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് അടപ്പിലാണ് കഞ്ഞി വെക്കേണ്ടത്. അപ്പൊ നമുക്ക് തീ പിടിപ്പിക്കണ്ടേ. അപ്പൊ നമുക്ക് തീ പിടിപ്പിക്കാൻ വേറെ പെട്രോളോ മണ്ണെണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പെട്രോൾ വെച്ച് തീ പിടിപ്പിക്കാനൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ. ഞാൻ വേറൊരു ചാനലിൽ ഇത് കണ്ടതാണ്. അപ്പൊ ഞാൻ ഇതിന് മുമ്പുള്ള വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ
ഇതിങ്ങനെ അവരുടെ ചാനലിൽ കണ്ടപ്പോൾ എനിക്ക് ഹായ് കൊള്ളാലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ടിപ്പ് ഞാനത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഇച്ചിരി ധൃതി കൂടുതലായതുകൊണ്ട് വേഗം വേഗം പണി തീർത്ത് അടുക്കളയിൽ നിന്ന് പോകാൻ എനിക്ക് ധൃതിയാണ്, ഇഷ്ടമാണ് എനിക്ക് വേഗം പണി തീർക്കാൻ. അപ്പം ഞാൻ എന്താ വേഗം അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വിറക് കഷ്ണം വെച്ചപ്പോഴത്തേനും തീ പെട്ടെന്ന് കെട്ടുപോയി. പിന്നെ രണ്ടാമത് അവിടെ ഇരുന്ന് കുത്തി കത്തിച്ച് വേറെ ചിരട്ട കൊണ്ടേ കത്തിച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് തീ പിടിപ്പിച്ചെടുത്തത്. പിന്നെ ദാ അങ്ങനെ പുറത്തടപ്പിൽ നമ്മൾ കഞ്ഞി വെക്കാണ്. പുറത്ത് കഞ്ഞി വെക്കണ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് പുറത്ത് കലത്തിൽ ചോറ് വയ്ക്കണത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ചോറൊക്കെ അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. അത് ചോറായിട്ടില്ല, ഞാൻ അരി കഴുകി ഇട്ടിട്ടില്ല, വെള്ളം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതാവുന്നുണ്ട്. പിന്നെ കുറച്ച് സന്ധ്യക്കാണ് നമ്മൾ ചോറ് വെക്കുന്നതെങ്കിൽ ഈ അടപ്പ് കത്തിക്കുന്ന പുക നമ്മുടെ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ കുറേ കൊതുകിന് കുറവ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പണി ചെയ്ത്, അത്ര നല്ലൊരു പണിയല്ല എന്നാലും ചെയ്യും. നമ്മൾ വൈകിട്ടാണ് അടപ്പ് കത്തിക്കുന്നതെങ്കിൽ അതിൽ കനലുണ്ടാവുമല്ലോ, നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിയുമ്പോൾ കനലുണ്ടാവുമല്ലോ, ആ കനലൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കുന്തിരിക്ക് വിടും. അപ്പോൾ ആ മണം നമ്മുടെ വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ അകത്തും ഒക്കെ ഇങ്ങനെ ആകുമ്പോഴത്തേനും അപ്പോഴും കൊതുകിന് കുറവുണ്ടാവും. ചില സമയത്ത് മുറ്റത്ത് നമ്മുടെ ആര്യവേപ്പിൻ്റെ മരം നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നൊരു 10-12 തണ്ടിങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല അടപ്പിലിടുമ്പോഴാണെങ്കിലും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പുക വരുമ്പോഴത്തേനും കൊതുകിനൊരു കുറവ് തോന്നും. കുന്തിരിക്കൊക്കെ ഇടുന്നൊരു മണമാണല്ലോ, ചിലപ്പോൾ കൊതുകും കുറയും കേട്ടോ. കുന്തിരിക്കത്തിൻ്റെ അതിന് അത്രയ്ക്ക് പുകയില്ല, പുറത്തിട്ടാണല്ലോ. ചില സമയത്ത് ഞാൻ മറ്റേ ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ ചിരട്ടക്കനലൊക്കെ എടുത്തിട്ട് കട്ടിലിൻ്റെ അടിയിൽ എല്ലായിടത്തും ഒക്കെ കാണിക്കും. നമ്മളൊരു 10-15 ദിവസം വീട്ടിലൊക്കെ പോയിട്ട് നിന്നിട്ട് വരുമ്പോഴത്തേന് വീടിൻ്റെ അകത്തൊരു പൊട്ട മണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പോകാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതാ നമ്മൾ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എപ്പോഴും ചെയ്യുന്ന പണിയാണ് തുണി അലക്കാൻ ഇടുക എന്നുള്ളത്. അപ്പൊ ഇന്ന് എനിക്ക് ആദ്യം ഒരു മടി വന്നു, ഇന്നിപ്പോ ചെയ്യണോ, കുറച്ച് തുണിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതി നാളത്തേക്കാകുമ്പോൾ ഇനി ഒത്തിരി ആകും, എന്നാൽ അങ്ങ് കഴുകി ഇട്ടേക്കാന്ന് കരുതി ഞാൻ എന്താ തുണി അവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മോട്ടറും അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒച്ചയിടക്ക് നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചെമ്മീനിൽ ഇങ്ങനെ ഒരു നാരുണ്ടാവും. ഈ നാരിന്ന് നമ്മൾ ഇത് കളയാണ്ട് നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നോക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ഇടക്ക് വെച്ച് പുക ഇങ്ങനെ വന്നപ്പോഴാ നോക്കിയപ്പോഴത്തേനും എന്താ തീ കെട്ടുപോയി. പിന്നെ അവിടെ ഇരുന്ന് വീശി 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 കത്തിക്കാം. അങ്ങനെതാ. പിന്നെ ഇവിടെ അടപ്പിൽ ഊതുന്ന കുഴലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന വടിയില്ല, ശരിക്കും അടപ്പിൽ ഊതുന്ന കുഴലാ. പക്ഷെ അതിട്ട് ഊതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം ചുമ വരും. അപ്പം ഞാൻ എന്താ അങ്ങനെ വീശി വീശി കത്തിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വക പരിപാടിക്കൊക്കെ പോകുന്നത്. അലക്കാനിട്ടിട്ടുണ്ടായിരുന്ന തുണി അവിടെ അത് 2-3 വട്ടം ഊരി വന്നപ്പോഴത്തേനും ഞാൻ എന്താ അതിലേക്ക് കംഫോർട്ടൊക്കെ ഒഴിച്ച് സ്റ്റിഫൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ഡ്രയറിലിട്ട് ഉണക്കി എടുത്തിട്ട് വിരിക്കാന്നേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി ഇടയ്ക്ക് തീ കെട്ടു പോകുന്നുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് ചെമ്മീൻ ശരിയാക്കാം, അപ്പം എനിക്ക് തീ നോക്കാമല്ലോ. അപ്പം അങ്ങനെ വന്നിരുന്ന് ചെയ്യാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേനും ചിലപ്പോൾ 2 പൂച്ചയോ ഒരു കാക്കയോ ഒക്കെ മതിലിൻ്റെ ലൈൻ കമ്പിയുടെ ഒക്കെ പൊക്കത്ത് വന്നിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരെ കാണാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ട് ചെയ്യാമല്ലോ. പിന്നെ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ക്വാണ്ടിറ്റി ചെമ്മീനുണ്ടല്ലോ, നിന്ന് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കാല് കഴിക്കും. അപ്പം അതാ നമുക്ക് ഇന്നത്തെ കറി റെഡിയാക്കി എടുക്കുക. ചെമ്മീനും മാങ്ങയും കൂടി ചാറ് വെച്ചതാണ്. അപ്പം അതാ തേങ്ങയും മുളകും മഞ്ഞളും 2 ഇതള് വേപ്പിലയും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അത് ഞാൻ എന്താ കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ വെക്കണേ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് അത് എൻ്റെ മിക്സി പെട്ടെന്ന് ചൂടാവും. അതാണ് കട്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ അരഞ്ഞിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ഒരു കുഞ്ഞ സവാളയുടെ പകുതി സവാളയും അതേപോലെ പിന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ടാണ് ചെമ്മീൻ കറി വെക്കുന്നത്. അപ്പം ആ മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടു. പിന്നെ ചെമ്മീൻ ഒന്ന് ഇതായി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ഉപ്പിടാം, കാരണം ചെമ്മീനും ഞണ്ടിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. വേപ്പലയും ഞാൻ കുറച്ച് ഇട്ട ശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനുണ്ടല്ലോ ഇട്ടു. ഇതിപ്പോൾ കുറേ പണിയൊന്നുമില്ല കേട്ടോ. ഇത്ര ആക്കുക, നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക, അവിടെ ഇരുന്ന് അങ്ങ് തിളച്ചോളും. നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. എന്തെങ്കിലും മൊരിക്കാനോ മൊരിക്കാന്ന് പറഞ്ഞാൽ താളിച്ച് അവസാനം ഇടണം. ഇതപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, പച്ചവെളിച്ചെണ്ണത്തിന് ഒഴിച്ചാലും മതി. അപ്പോൾ ഇതാ ഞാൻ എന്നിട്ടൊന്ന് പയ്യൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നി, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അവിടെ ഇരുന്നത് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച ചെമ്മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നൊരു നേരം, ആ നേരം മതി കേട്ടോ നമുക്ക് ഈ കറിയായി വരാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു മാങ്ങ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെക്കാം. പിന്നെ ഇച്ചിരി പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണം ഉടമ്പുളി ഇട്ടാലും മതി, ആരും അറിയില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ രസം നിൽക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ഒരു മെഴുക്ക് പുരട്ടിയും കൂടി വേണമല്ലോ. പിന്നെ ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്മീനിട്ട് വെക്കുക എന്നുള്ളത് നമ്മൾ കൊച്ചിക്കാരുടെ
എറണാകുളത്തുകാരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ പച്ചക്കറികളുടെ കൂടിയിട്ട് വെക്കാറുണ്ടോ, അതോ അല്ലെങ്കിൽ ചെമ്മീൻ മാത്രമായിട്ടാണോ നിങ്ങൾ മെഴുക്ക് വരട്ടി ആണെങ്കിലൊക്കെ ഉണ്ടാക്കുക? അപ്പൊ ഞാൻ കരുതി കുറച്ച് കായയും കുറച്ച് പയറും ഇരിപ്പുണ്ട്. അത് തൃശ്ശൂർക്കാരുടെ റെസിപ്പിയാണ്, പക്ഷെ ചെമ്മീൻ ഇടുമ്പോൾ അത് ഞങ്ങളുടെ റെസിപ്പിയാണ് കേട്ടോ, എറണാകുളത്തുകാരുടെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ കായയും അതേപോലെ തന്നെ അച്ചിങ്ങ ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിയുന്നത്. അപ്പൊ എന്നോട് ഒരു കുട്ടിയെ ചോദിച്ചുട്ടോ കമന്റ് ബോക്സിൽ, ചേച്ചി ഇങ്ങനെ അരിയുമ്പോൾ പുഴു ഉണ്ടെങ്കിൽ അറിയോ? നമ്മൾ നോക്കിയിട്ടല്ലേ അരിയുന്നേ, നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടുണ്ടല്ലോ അരിയുന്നേ. അപ്പൊ പുഴു ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, കേടുണ്ടെങ്കിലും കാണാം. പുഴു അങ്ങനെ ഉണ്ടാവാറില്ല, കേടുണ്ടെങ്കിൽ കാണാം. അപ്പൊ ആ വശം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെ അവിടെ അച്ചിങ്ങയും കായയൊക്കെ നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കായ കറുത്ത് പോകാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ആ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീൻ മാങ്ങ ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചിടുക, കുറച്ച് കടുക് പൊട്ടിക്കണ്ട, ഉള്ളിയും മറ്റൽമുളകും വേപ്പിലയും കൂടി നല്ല വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൊരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്താ കറി എന്നറിയോ, ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കറിയുടെ ടേസ്റ്റിനെക്കാളി കറി എടുത്ത് നമ്മൾ ചൂടാക്കി അവസാനം പറ്റിച്ച ചട്ടി വരില്ലേ, അതായത് ഈ ചട്ടി നമ്മൾ അവസാനത്തെ ഒരു സ്റ്റേജിൽ വരില്ലേ, അതിൽ ഇച്ചിരി ചോറിട്ട് കഴിച്ചാണ്ടല്ലോ എനിക്ക് വയ്യ, ഞാൻ ഒന്നും പറയണ്ട. അപ്പൊ നമുക്കിതാ ഇപ്പുറത്ത് ഇതുണ്ടാക്കിയെടുക്കാം. എന്താ മെഴുക്ക് വരട്ടി. അപ്പൊ നമുക്ക് ചീനച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പണി തീർത്ത് പോകാനൊരു ധൃതി, എനിക്ക് എപ്പോഴും അങ്ങനെ വേഗം തീർക്കണം എന്നാ. അപ്പോഴേക്കും നമ്മളിതാ വെളിച്ചെണ്ണയിൽ കുറച്ച് സവാളയും വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് കറിവേപ്പില ഇത്തിരി ശോകമാണ് കേട്ടോ, കരിഞ്ഞ വേപ്പിലയാണ്. എനിക്കാണെങ്കിൽ വേപ്പില ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വേപ്പില സ്റ്റോക്ക് ഇല്ല, നമുക്ക് മേടിച്ചിട്ട് വേണം. അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ ഒന്ന് ഇളക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കായയും പയറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഇളക്കല്ലേ കേട്ടോ, കുറച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചെയ്യുന്നതാ, അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ വേറെ വേവിച്ച് കായയും പയറും വേറെ വേവിച്ച് പിന്നെ മൊരിയിച്ച് അങ്ങോട്ട് ഇട്ട് അങ്ങനെ ഇതിപ്പോൾ ഒന്നിച്ച് വേവിച്ചെടുക്കണം. അതിന് നല്ല രുചിയാട്ടോ, കാരണം ആ ചെമ്മീൻ അതിലിരുന്ന് തന്നെ വേകുമ്പോൾ ആ ചെമ്മീൻ്റെ സത്തെല്ലാം ആ പച്ചക്കറിയിൽ പിടിക്കും. ചില ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ എന്നാലും ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പിന്നെ അത് അവിടെ ഇരുന്ന് അടച്ചു വെച്ച് നമുക്ക് അങ്ങ് വേവിക്കാം. അപ്പം ആ നേരം കൊണ്ട് തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ചോറെല്ലാം കഞ്ഞിയൊക്കെ വെന്തു, അതൊക്കെ അടച്ചിട്ടു. അപ്പോഴേക്കും നമ്മുടെ കായയും പയറും നന്നായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് ചതച്ച മുളകിട്ട് ചെയ്യുന്നതാണ് അതിലും സൂപ്പർ. അപ്പോൾ ഇങ്ങനത്തെ കളറായിരിക്കില്ല, ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും, പക്ഷെ ആ കറി ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയുള്ള കറിയാണ്. അപ്പോൾ ചെമ്മീൻ ഒപ്പിട്ട് വേവിക്കുന്നതാണ് എനിക്ക് ചെമ്മീൻ സെപ്പറേറ്റ് ഇട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കഞ്ഞി വയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു, അതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം ഇപ്പം ഏകദേശം ഒരു 12:30 മണിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത്രയും, അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴത്തേനും കിച്ചണിലെ പണിയൊക്കെ തീരും. പിന്നെ അടിക്കുക, തുണി വിരിക്കുക, അതേപോലെ തുടയ്ക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ വിശപ്പ് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷമാണ് നമുക്ക് അലക്കണമല്ലോ, അലക്കാനായിട്ട് അലക്കി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് വിരിക്കണമല്ലോ, ഞാൻ ഡ്രയറിലാക്കിയിട്ടാണ് കുളിക്കാൻ പോയത്. ഒരു സെറ്റ് വിരിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം വിരിച്ചിടണം. എനിക്ക് അഴയിൽ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മതിലിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് ഉണക്കൂട്ടോ. അപ്പം ഇടയ്ക്ക് ഏട്ടൻ വഴക്ക് പറയും, നല്ല ഡ്രസ്സൊക്കെ വെച്ചാൽ മതിലിൻ്റെ അവിടെ ഭയങ്കര വെയിലാണ്. അപ്പൊ ആ വെയിലുള്ള വശത്തേക്ക് ഇടുന്ന ആ ഒരു സ്ഥലത്തെ ഡ്രസ്സ് ആ ഒരു പോർഷന്റെ കളർ ഒന്ന് ഡിമ്മാവും. അപ്പൊ ഏട്ടാ പറയും ഷർട്ടൊന്നും മതിലിട്ട് ഉണക്കരുത്, കാരണം എടുക്കുമ്പോൾ ഇടത് സൈഡ് വേറെ കളറും ഇപ്പുറത്തെ സൈഡ് വേറെ കളറും ആയിരിക്കും. അപ്പൊ ഷർട്ടൊന്നും ഞാൻ മതിലിട്ട് ഉണക്കില്ല. ഈ കുഞ്ഞു മക്കളുടെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ മതിലിന്റെ മണ്ടയിലിട്ട് ഉണക്കിയെടുക്കും. അല്ലാണ്ട് വേറെ വീട്ടിലിടുന്നതേ ഇടത്തുള്ളൂ, പുറത്തിടുന്നതെന്നൊക്കെ ഇടാറില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റാൻഡിൽ ഇടാൻ പാകത്തിനില്ല, കുറച്ച് അവിടെ ഇവിടേക്ക് ഇടാനുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോറ് കഴിക്കണം, കുറച്ച് കഴിയുമ്പോഴേക്ക് ഏട്ടൻ വരും. അപ്പൊ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ്, സന്തോഷമുണ്ട് നമുക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.